നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന നല്ലൊരു ഹെയർ കെയറുമായിട്ടാണ്. നിങ്ങൾക്കറിയാം എൻ്റെ മുടി എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. ആദ്യത്തെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചത് റോസ്മേരി വാട്ടറിൻ്റെ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല കുറവുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസ്മേരി വാട്ടറിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. പിന്നെന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു നല്ലൊരു പാക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ട് വട്ടോ ഞങ്ങൾ പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുമാതിരി റോസ്മേരി വാട്ടർ ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലിന് നല്ല കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് കാട് പോലെ ഞാൻ വളരുന്നു എന്ന് പലരുടെത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും ആ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ പണ്ടത്തേക്കാളും ഒരുപാട് മെച്ചം വന്നിട്ടുണ്ട്. കുഞ്ഞു മുടികൾ നല്ലപോലെ വളർന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഇവിടുത്തെ വെള്ളം നല്ലതല്ല. ഒരുപാട് ക്ലോറിൻ കലർന്ന വെള്ളമാണ്. വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മുകളിൽ മൊത്തം ഇങ്ങനെ പാറി കിടക്കും ഈ ക്ലോറിൻ. അത് ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ മുടിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എനിക്ക് നിറച്ച് മുടി ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും മുടിയില്ല. അപ്പം നിങ്ങൾക്ക് എന്നെ പോലെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും പോകേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരുത്താൻ സാധിക്കും. മുടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊത്തം എന്താ പറയുക, ഒരു സന്തോഷം പറഞ്ഞത് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ മുടി കെട്ടും എന്നുള്ളൊരു ടെൻഷനാണ് മെയിൻ ആയിട്ടുള്ളത് അത്. അപ്പം ഞാൻ അധികവും ഇപ്പോൾ എവിടെ പോകുമ്പോൾ മുടി കെട്ടണത് ഒക്കെ കൂടി വാരി വലിച്ച് ഇങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചേ ഒരു ക്ലച്ചർ അങ്ങോട്ട് ഇടും. അതാണ് ഇപ്പോഴത്തേത്. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം പരത്തിയിടാനുള്ള മുടിയൊന്നും ഇല്ല. എൻ്റെ മുടി മുഴുവൻ പോയി. എനിക്ക് എത്ര മുടി ഉണ്ടായിരുന്നതെന്നറിയോ? പഴയ ഫോട്ടോകളോ വീഡിയോകളൊക്കെ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇടുപ്പിന് താഴെയൊക്കെ പറയില്ലേ, അങ്ങനെ നല്ല പോലെ മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ കനം ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന്. അപ്പം അതുപോലും ആ ഒരു കനം പോലും പോയി മണ്ട വരെ തെളിഞ്ഞ് കാണേണ്ട ഒരു പരുവത്തിക്ക് എന്നെ ഇവിടുത്തെ വെള്ളമാണ് എത്തിച്ചത്. അപ്പം ഞാനിതാ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു പാക്ക് സിറം എന്നൊക്കെ പറയുക, അതുപോലെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വട്ടം വെച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ മുടിയുടെ ആ ഒരു എന്താ പറയുക, അറ്റം പിളർന്നു പോണതില്ലേ, അതിപ്പോൾ എനിക്ക് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് എന്നല്ല. ആദ്യമൊക്കെ നമുക്ക് ആ മുടി അങ്ങോട്ട് ഷൂന്നാവും. നമ്മൾ വെട്ടിയെടുത്ത് അങ്ങോട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങോട്ട് വല്ല കോഴിവാല് പോലെയൊക്കെ ആവുക പറയില്ലേ, അതുപോലെയൊക്കെ ആവുമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയില്ല. ഒപ്പം വെട്ടിയതിപ്പോൾ ഒരു 5-6 മാസമായി തോന്നുന്നുണ്ട്. അതിപ്പോഴും വളരുമ്പോൾ ഒപ്പം തന്നെ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മുടി മണ്ടേന്ന് പെറിഞ്ഞു പോണതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈ മണ്ടയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അതിൽ നിന്നൊരു വ്യത്യാസം വരുന്നുണ്ട്. കുളിക്കുന്ന സമയത്തൊക്കെ ബാത്റൂം നിറച്ച് മുടിയായിരുന്നു. ഇപ്പം അതിനൊക്കെ ഒരു കുറവുണ്ട്. പൂർണ്ണമായും നിന്നു എന്നല്ല, ഒരു 8-10 മുടിയൊക്കെ തീർച്ചയായും ഒരു ദിവസം കൊഴിയുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെ ഊരി പോകും. നമ്മളിങ്ങനെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ആ മുടി എൻ്റെ കയ്യിൽ കൂടെ വരുമായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ പ്രായമാവും തോറും നമുക്ക് പണ്ടത്തെ പോലെയുള്ള ആ മുടി വളർച്ച നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, താരൻ പൂർണ്ണമായും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് അലോവേര ജെല്ല് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു തണ്ട് അലോവേര ജെല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അലോവേര ജെല്ല് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ തണ്ട് അലോവേര ജെല്ല് എടുക്കുക. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. ഞാൻ എഗ്ഗ് വൈറ്റ് മാത്രമല്ല യെല്ലോ കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഞാനിതിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ആവശ്യം കോഫി പൗഡറാണ്. അത് ഏത് കോഫി പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അത് എടുക്കുക. ഞാനിപ്പോൾ അതാ ഒരു 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണേ. അതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല കനത്തിൽ വളരാനും ശരിക്കും പ്രോട്ടീൻ ഏതിലാണ് കൂടുതൽ കിട്ടുക വെച്ചാൽ അത് നമ്മുടെ മുട്ടയുടെ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കോഫി പൗഡറും കൂടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്മെല്ല് ഉണ്ടാവില്ല, കോഫിയുടെ മണം വരിക. കാരണം എഗ്ഗ് വൈറ്റ് മാത്രം വെച്ചാൽ മണം ഉണ്ടാവില്ല, നമ്മളിതിൽ എല്ലാം കൂടി ഇടുമ്പോൾ മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ കോഫി ഇട്ട് നോക്കുക. കോഫി ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു
മണവും വരില്ല. പിന്നെ അതുപോലെ തന്നെ കോഫിയുടെയും കൂടി ഗുണം നമുക്ക് നമ്മുടെ തലമുടിക്ക് നല്ലപോലെ കിട്ടും. മുടി നല്ലപോലെ നല്ല കനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ആഴ്ചയിൽ 2 വട്ടം വെച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്താൻ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞ് ഹെയറുകളൊക്കെ പെട്ടെന്ന് നമുക്ക് മുളച്ച് വരും. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെ തേക്കുന്നതിലൂടെ നമുക്ക് താരനിലൊക്കെ ഒരു കുറവ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അതിൻ്റെ ആ വാട്ടർ ഉണ്ടല്ലോ, റോസ്മേരി വാട്ടർ, അത് റോസ്മേരി ഞാനിവിടെ ലീഫ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് തിളപ്പിക്കും. ദിവസവും തലയിൽ രാത്രി ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണ് റോസ്മേരി വാട്ടർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ റോസ്മേരി വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും ആ ഒരു മുട്ടയുടെ മണം അടിക്കുകയില്ല. കാരണം റോസ്മേരി വാട്ടറിന് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സിറം പോലെയായി അല്ലേ. അപ്പോൾ ഇത് പാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല കട്ടിക്കൊന്നല്ലല്ലോ. പക്ഷേ ഇത് മതി നമ്മുടെ തലമുടി നല്ലപോലെ വളരാനും അറ്റം പിളർന്നു പോവുക എന്നൊക്കെ പറയില്ല, അറ്റം പൊട്ടി പോവുക, അതൊക്കെ നല്ലപോലെ കുറച്ച് തരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉപയോഗിക്കാറുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ഇൻഗ്രീഡിയൻസ്. എഗ്ഗ് വൈറ്റ് മാത്രം ഉപയോഗിക്കണവരാണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഞാൻ എല്ലാം കൂടി ഇടാറ്. പിന്നെ മണം പറഞ്ഞ സാധനമില്ല. റോസ്മേരി വാട്ടറിൻ്റെ മണവും അതുപോലെ തന്നെ കോഫി പൗഡറുടെ മണമാണ് വരുന്നത്. നമുക്ക് മുട്ടയുടെ മണയേ വരില്ല കേട്ടോ. നിങ്ങൾ അഥവാ നിങ്ങളുടെ കയ്യിൽ റോസ്മേരി വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ കോഫി പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണവും വരില്ല. കോഫി പൊടി നമ്മുടെ മുടിക്ക് നല്ലതാണ്, കറുക്കാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് ബലം നൽകാൻ വേണ്ടിയിട്ടും ഒക്കെയും. അതുപോലെ അലോവേര ജെല്ലും നമ്മുടെ എന്താ പറയുക മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. മുട്ടയുടെ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മിക്കവാറും ആൾക്കാർ മുട്ട തേക്കണതായിരിക്കും, എഗ്ഗ് വൈറ്റ് തേക്കണവരായിരിക്കും അധികവും. ഞാൻ മുട്ടയുടെ യെല്ലോയും തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് പറ്റിയ വെച്ചാൽ അങ്ങനെയും തേക്കാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ എടുത്ത് ഇതിൽ നമ്മുടെ ഈ അലോവേര ഉള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ വലിഞ്ഞ് വരും. ഇനി അലോവേര തേക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ അലോവേര തേക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയ അലോവേര ജെല്ലാണെച്ചാലും നല്ല പ്ലെയിൻ അലോവേര ജെല്ല് കിട്ടില്ലേ, അതാണെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് തേക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അലോവേര ജെല്ലുണ്ടല്ലോ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. അലോവേര ജെല്ല് ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ച് നിൽക്കില്ല. നിങ്ങളിതൊന്ന് ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് നിങ്ങളൊന്ന് തേച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ മൈലാഞ്ചിയൊക്കെ തേക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കോഫി പൗഡർ ഇടില്ലേ, അതെന്തിനാ? നമ്മുടെ മുടിക്ക് അത് നല്ലൊരു ആരോഗ്യം നൽകാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഫി പൗഡർ ഇടണത്. മുടി മുഴുവനും മണ്ട മുഴുവനും ആദ്യം തേക്കുക, അതിന് ശേഷം മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ ചെയ്യണത്. കാരണം തറയിൽ വീണാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി. ഉള്ളിലാവുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മുടി കൊഴിച്ചിലാണ്. അപ്പോൾ അതിന് നല്ലൊരു റെമഡിയാണ് ഇത്. നിങ്ങൾ ചെയ്ത് നോക്ക്. ഇതിൽ നമുക്ക് അധികം പണികളൊന്നുമില്ല. അലോവേര ജെല്ല് എടുക്കാൻ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങിയ അലോവേര ജെല്ല് തേക്കാം. ഒന്നുകൂടെ വെക്കട്ടെ. ഇനി നമുക്ക് ബാക്കിലും അതുപോലെ തേച്ച് കൊടുക്കാം. മണ്ടയിലാണ് നമ്മൾ ആദ്യം തേച്ച് കൊടുക്കേണ്ടത്. ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആയിക്കോളും. ഇനി ബാക്കിയുള്ളത് നമുക്ക് മുടിയിലും കൂടി അങ്ങോട്ട് ആക്കി കൊടുക്കാം. ബാക്കിയുള്ളത് ഇപ്പോൾ ഇതാ മുടിയിൽ കൂടി ആക്കി കൊടുത്തു. ഇതിങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേത്ത് കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് തുണി കഴുകാൻ വല്ലതൊക്കെ ഉണ്ടെച്ചാൽ കഴുകുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഇതും വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല.
ഇപ്പോൾ ഞാൻ മുടി മുഴുവനും തേച്ച് കൊടുത്തു. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ചിലർ ഇതിൽ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ ഞാൻ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കും, അതിന് ശേഷം ഉള്ളിൽ കയറുള്ളൂ. അപ്പോൾ നമ്മുടെ മേത്തിക്കൊന്നും ഒഴുകി വരില്ലല്ലോ. ഇപ്പം ഞാൻ മുടി മുഴുവനും ചെയ്തു. ഇത് ഞാനൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകിക്കളയുക. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം മറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഒരു മണമോ മുട്ടയുടെ മണമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മുടി ഡ്രൈ ആവുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തില്ലേ, അതിൽ ഓയിൽ ചേർക്കുകയാണെങ്കിൽ ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് നമ്മൾ ചെയ്തതിന് ശേഷം മുടിയിൽ ഇതിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ ചെറിയൊരു മസാജ്, രാത്രി ഓയിൽ മസാജ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനത് ചെയ്ത് കാണിച്ചു തരാതിരുന്നത്. ആദ്യം തന്നെ പറയണം വിചാരിച്ചതെന്ന് അത് മറന്നു. നിങ്ങൾ എന്തായാലും കുറച്ച് ഓയിൽ മസാജോ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ, നിങ്ങൾ ഏത് ഓയിലോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിക്കണത് നല്ലതായിരിക്കും. ഇത് നമുക്ക് എന്താ എവിടേക്കെങ്കിലും പോണ സമയത്താണെന്ന് വെച്ചാലും ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ എവിടേക്കെങ്കിലും മുടി കൂടി നല്ല വല്ല ഇരട്ടി മുടിയുള്ളതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഇതിന്. നല്ല അടിപൊളിയാണ്. നമുക്ക് മുടി വളരാൻ അല്ലച്ച മുടി കൊഴിച്ചിൽ നിൽക്കാൻ എല്ലാത്തിനും നല്ല അടിപൊളിയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, എന്താ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചാൽ സന്തോഷമാവും.